അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട പൊന്നാര മക്കളെ, നമ്മള് 3-ാം ക്ലാസ്സിൽ ദുറൂസ് 1-ാം ഭാഗത്തിലെ 8-ാം പാഠത്തിന്റെ തദ്രീബാത്ത് ഇലൽ ലിഖാ എന്നൊരു പാഠല്ലേ, അതിന്റെ തദ്രീബാത്താണ് വായിക്കുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നഖറഉ വനഫ്ഹമു, വായിച്ച് മനസ്സിലാക്കുക. മസ്മുക്കി, ഒരു പെണ്ണിനോട്, ഒരു സ്ത്രീയോട് നമ്മൾ ചോദിക്കുകയാണ്, നിന്റെ പേരെന്താണ്? ആ മസ്മുക്കി എന്ന് പറഞ്ഞാൽ ആണാണ് പെണ്ണാണ് ചോദിക്കപ്പെടുന്ന ആൾ ആരാകട്ടെ, അവൻ പറയും ഇസ്മി, എന്റെ പേര്. അപ്പൊ ഇസ്മി, എന്റെ പേര്. മൈ നെയിം, എന്റെ പേര്. യുവർ നെയിം, മസ്മുക്ക്. മൻ, ആര്. അത് മൻ, ആര്. ആണാണെങ്കിലും പെണ്ണാകും. മൻ, ആര്. ഹാദിഹി, ഇവൾ. എന്താ നിങ്ങൾ ഹാദിഹി, ഇവൾ. ഇവിടെ ഹാദാന്നാണെങ്കിലോ ഇവൻ ആവും. അപ്പോ സ്ത്രീലിംഗാവുമ്പോ ഹാദിഹി, ഇവൾ. സ്വദീഖ്, സ്നേഹിതൻ. ഇത് പുരുഷൻ, സ്നേഹിതൻ. സ്വദീഖ, സ്വദീഖത്ത്, സ്വദീഖാന്ന് നമ്മൾ അറബിയിൽ പറയാം. സ്വദീഖ, സ്നേഹിത. അല്ലോ, സ്നേഹിത. ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ഇവൾ എന്റെ സ്വദീഖയാണ്, സ്വദീഖത്ത് ആണ്. പുരുഷനാവുമ്പോ ഇവൻ എന്റെ സ്വദീഖ് ആണ്, സ്നേഹിതൻ. ഇസ്മുഹു, അവന്റെ പേര്. ഇവിടെ കണ്ടങ്ങൾ അത് ഇസ്മീന, എന്റെ പേര്. അപ്പോ ഇസ്മുഹു, അവന്റെ പേര്. നീ ഇസ്മുഹ, അവളുടെ പേര്. ഇപ്പൊ 3 എന്റെ പേര് അറിയും ഇസ്മി, അവന്റെ പേര് അറിയുമ്പോ ഇസ്മുഹു, അവളുടെ പേര് അറിയുമ്പോ ഇസ്മുഹ. അത് മനസ്സിലാക്കണം. പിന്നെ ഒരു സംഭാഷണം ഉണ്ടാക്കണം. നമ്മൾ പേരൊന്ന് മാറ്റിയിട്ട് ഒരു സംഭാഷണം ഉണ്ടാക്കുക. അതിന് മുമ്പ് ഒരു ചോദ്യത്തിൽ ഉണ്ടല്ലേ, നുജീബ്, ചോദ്യത്തിന് ഉത്തരം എഴുതാം. മസ്മു സ്വദീഖത്തി സുമയ്യ, സുമയ്യന്റെ കൂട്ടുകാരിയുടെ, സ്നേഹിതയുടെ പേരെന്താണ്? ഖദീജ. കൈഫ നർദു സലാം, ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ സലാം അടക്കുക? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാഠത്തിലുള്ളതുപോലെ ഒരു സംഭാഷണം നമുക്ക് ഉണ്ടാക്കി നോക്കാം. അവിടെ ഫരീദും സുമയ്യയായിരുന്നു. അവിടെ 2 ലേഡികളായിരുന്നു. ഇവിടെ 2 പുരുഷന്മാരാണ്, മുഹമ്മദ്, അലി. അപ്പോ അസ്സലാമു അലൈക്കും ഒരേപോലെ തന്നെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. പിന്നെ പറയണേ മുഹമ്മദ്, മുഹമ്മദാ പറയുന്നത്. മസ്മുക്ക്, എന്താണ് പേര്? നിന്റെ പേരെന്താണ്? അപ്പൊ അലി എന്താ പറയാ? ഇസ്മി അലി. പിന്നെ വാൻസ മസ്മുക്ക, അവിടെ കീനലക്ക ആണായതുകൊണ്ട് മുഹമ്മദ് തിരിച്ച് അലി അങ്ങോട്ട് ചോദിക്കുകയാണ്, നിന്റെ പേരെന്താണ്? ഇവർക്ക് പേര് പണ്ട് അറിയൂലേ, ഇത് ഫസ്റ്റ് പരിചയപ്പെടുക കേട്ടോ. അപ്പൊ പറഞ്ഞു മസ്മുക്ക, വാൻസ മസ്മുക്ക, എന്താ നിന്റെ പേര്? മുഹമ്മദ് എന്താ പറയാ? ഇസ്മി മുഹമ്മദ്. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇസ്മി, എന്റെ പേര് എന്നാ പറയാ. എമി, എന്റെ പേര്. കൈഫ ഹാലുക്ക, എന്താ നിന്റെ വർത്തമാനം? ഉണ്ടോ? കൈഫ ഹാലുക്ക, എന്താ നിന്റെ വിശേഷം? അവിടെ ഹാലുക്ക, അലിനോട് ചോദിക്കുകയാണ്. ക, അപ്പൊ പുരുഷനായതുകൊണ്ട് ക, കീനല്ല. അലി, അന ബിഖൈർ വഅൻത കൈഫ ഹാലുക്ക, അവിടെ ചോദിച്ചു പുരുഷനായതുകൊണ്ട് ഹാലുക്ക. മുഹമ്മദ് ബിഖൈർ അൽഹംദുലില്ലാഹ്. മൻ ഹാദാ, അലിന്റെ കൂടെ ഉള്ളത് ഒരു പുരുഷനാ, അതുകൊണ്ട് മൻ ഹാദ. ഇന്നൊരു പെണ്ണാണെങ്കിൽ മൻ ഹാദി ചോദിക്കും. മൻ ഹാദി, മൻ ഹാദി, ഇത് മൻ ഹാദ, ഇതാരാ? അലി. ഹാദാ സ്വദീഖി, ഇതെന്റെ സ്നേഹിതനാണ്. അത്ര മതി കേട്ടോ. ഇനി കുറച്ചുകൂടെ കണ്ടേ, നമുക്കത് വേണ്ട, അത്ര മതി. നമ്മൾ പുസ്തകത്തിൽ കൊടുത്ത ഉദാഹരണം പോലെ നമ്മൾ എഴുതാനാണ്. നക്തുബു കമാ ഫിൽ മിസാലി,
നക്തുബു കമാ ഫിൽ മിസാലി. ഇവിടെ ഈ കൊടുത്ത ഉദാഹരണം പോലെ നമ്മൾ എഴുതാനാണ്. മസ്മുഹു ഇസ്മുഹു അഹ്മദ് ഇസ്മുഹു അലി. അവന്റെ പേരെന്താ ചോദിച്ചപ്പോ അവൻ ഒരാളായിരിക്കും. അപ്പൊ ഇസ്മുഹു അഹ്മദ് ഇസ്മുഹു അലി. ഈ മസ്മുക്കാന്ന് ചോദിച്ചു, അത് നിന്റെ പേരെന്താണ്? അപ്പൊ ഇത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പറയണ ആൻസർ ഇസ്മി അഹ്മദ് ഇസ്മി അലി. ഇനി ഇസ്മി ആയിഷ ഒക്കെ പറയാം. പക്ഷെ ഇവിടെ ചോദിച്ചത് എന്താണ്? പുരുഷനെ പറ്റിയിട്ടാണ്. ഈ മസ്മുഹ മസ്മുഹ അവളുടെ പേരെന്താണ്? അപ്പൊ നമ്മൾ എന്താ അറിയാ? ഇസ്മുഹ ഇവിടെ പെണ്ണിനെ പറ്റി ചോദിച്ചത്. അപ്പൊ ഇസ്മുഹ ജുമാന ഇസ്മുഹ ഹന്ന. ഞാൻ എന്റെ ക്ലാസ്സിൽ 2 കുട്ടികളുടെ പേര് എഴുതിയേ ഉള്ളൂ. നമുക്ക് നിങ്ങൾക്ക് പറ്റിയത് എഴുതാം. പക്ഷെ സ്ത്രീയുടെ പേരായിരിക്കണം ഇവിടെ എഴുതേണ്ടത്. ഇസ്മുഹ ജുമാന, അല്ല ഇസ്മുഹ മുഹമ്മദ് പറയാൻ പറ്റൂല. ഇസ്മുഹ അലി, അത് തെറ്റാണ്. ഇസ്മുഹ ജുമാന ഇസ്മുഹ ഹന്ന. വേറൊന്ന് മസ്മുക്കി, പെണ്ണിനോട് ചോദിക്കുന്നു സ്ത്രീയോട് മസ്മുക്കി. അപ്പൊ ഇസ്മി ജുമാന ഇസ്മി ഹന്ന, അല്ലാതെ അവിടെ ഇസ്മി അഹമ്മദ് പറയാൻ പറ്റൂല. ചോദിച്ചത് പെണ്ണിനോടാ, സ്ത്രീയോടാണ്. അപ്പൊ ഇസ്മി ഇവിടെ ഒരു പുരുഷന്റെ പേര് എഴുതിക്കൂടാ. ഇവിടെ ഒരു സ്ത്രീന്റെ പേര് തന്നെ എഴുതണം. ഇവിടെ സ്ത്രീന്റെ പേര് തന്നെ എഴുതണം. ചോദ്യം സ്ത്രീയോടാണ്. ഇസ്മി മുഹമ്മദ് ഇസ്മി ഖദീജ ഇസ്മി സൽമ, ഇതുപോലത്തെ ഒന്ന് നമ്മൾ എഴുതാൻ പറഞ്ഞു. ഇവിടെ ഇസ്മി മുഹമ്മദ് ഉണ്ട്, ഇസ്മി ഖദീജ ഉണ്ട്. പറ്റിയതൊന്ന് എഴുതിക്കോ. ഇസ്മി സൽമ എന്ന് എഴുതിക്കോ. നിങ്ങളെ പേരിന് വേണമെങ്കിൽ എഴുതിക്കോ. പിന്നെ ഫുള്ള് നിങ്ങളെ പേരാവുന്നു മാത്രം, ഇത്രേ ഉള്ളൂ. പുസ്തകനായ നിങ്ങളെ പേര് മാത്രം, അതുകൊണ്ട് മാറ്റി ചെയ്തു അത്ര തന്നെ. ഇനി ഹാദാ സ്വദീഖി എന്ന് പറയുമ്പോ ഹാദാ സ്വദീഖി, ഹാദാ സ്വദീഖി അലി, ഹാദാ സ്വദീഖി മുഹമ്മദ് ഉണ്ടോ? ഹാദാ സ്വദീഖി ഇതെന്റെ സഹോദരനാ, എന്റെ സ്നേഹിതനാ. ഹാദാ സ്വദീഖി അലി ഉണ്ടോ? ഹാദാ സ്വദീഖി മുഹമ്മദ്. ഇവിടെ ഹാദം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതല്ല ഇവിടെ ഹാദിഹി എന്നാണെങ്കിൽ സ്വദീഖത്തി കേട്ടോ. ഓക്കെ, അതാ കാര്യത്തിലാക്കണേ. ഹാദിഹി സ്വദീഖത്തി, ഹാദിഹി സ്വദീഖത്തി ഫാത്തിമ. എന്താ പറയാ? ഹാദിഹി സ്വദീഖത്തി, ഹാദിഹി സ്വദീഖത്തി ഫാത്തിമ ഇതും പറയാം. ഞാൻ മാനാൻ പറ്റും. അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെട്ട ഉമ്മത്തീങ്ങളായി ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കുള്ള ഖൈറായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ അല്ലാഹ്. രോഗം മാറ്റിത്തരണേ അല്ലാഹ്. കടമുള്ളവർക്ക് വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. റബ്ബേ നീ പൊരുത്തപ്പെട്ടവരായി ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തി തരണേ അല്ലാഹ്. നല്ല ബുദ്ധി തരണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.